ഇപ്പോ സ്ത്രീ എന്ന് പറയുന്ന ഒരാള് പൊതുവെ നമ്മളിപ്പോ ഇപ്പൊ എന്റെ കാര്യത്തിലും അങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ. കല്യാണം കഴിഞ്ഞാൽ ഫ്രീഡം, അപ്പം പിന്നെ നീ നിന്റെ ഇഷ്ടത്തിന് ജീവിച്ചോ. പക്ഷെ എല്ലാവർക്കും അങ്ങനെ വരാൻ പറ്റില്ല. അപ്പോൾ ഇപ്പൊ ചേച്ചി പറഞ്ഞല്ലോ കല്യാണം കഴിഞ്ഞിട്ട് ഫ്രീഡം കിട്ടിയെന്നൊക്കെ. അപ്പൊ കല്യാണത്തിന് മുന്നേ ആ ഒരു റെസ്ട്രിക്ഷൻ എല്ലാ സ്ത്രീകൾക്കും ഉള്ളതാന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ശരിക്കും അങ്ങനെ ആ ഒരു നമുക്ക് റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകൾക്കും വരാറുണ്ട്. അപ്പൊ മിക്കപ്പോഴും നമ്മുടെ വീട്ടിൽ നിന്ന് പറയാറ് നീ കല്യാണം കഴിഞ്ഞിട്ട് എന്തെങ്കിലും എന്താ വെച്ച ചെയ്തോ അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ ചേച്ചി ഇപ്പൊ പറഞ്ഞല്ലോ കല്യാണം കഴിഞ്ഞിട്ട് ചേച്ചിക്കും ഫ്രീഡം കിട്ടിയെന്നൊക്കെ. അപ്പൊ ചേച്ചിക്ക് കാര്യത്തിൽ കാലഘട്ട വ്യത്യാസമുണ്ട്. അത് അത്രയും വർഷങ്ങൾ മുന്നിൽ പുറകിലേക്കായിരുന്നു. പിന്നെ ഞങ്ങള് വളർന്നു വന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോഴത്തെ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞ കഷ്ടപ്പാടും ദുരിതവും മാത്രമായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു പിള്ളേർ ജനിക്കുവാണെങ്കിൽ ആ പിള്ളേർക്ക് എത്രത്തോളം സൗകര്യം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്നാണ് അച്ഛനും അമ്മയും ചിന്തിക്കുന്നത്. അപ്പൊ അത്രയും ചിന്തിച്ച് അവരെ വളർത്തി എത്രയ്ക്കോ സ്വപ്നം കാണുന്നുണ്ട് അച്ഛനും അമ്മമാരും ഒക്കെ മക്കളെ പറ്റി. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ ഒരു പ്രായമായി കഴിഞ്ഞപ്പോൾ എങ്ങനെയും മറ്റവന്റെ വീട്ടിൽ വിടുക എന്നുള്ള ചിന്താഗതി മാറ്റി വെക്കുക. ആ പെൺകുട്ടികളെ കാര്യം ഞാൻ പറയുന്നത്. ആമ്പിള്ളേർ പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ, എല്ലാം തലതെറിച്ച് നോക്കിയിട്ട് കാര്യമില്ല. അവളെ പഠിപ്പിച്ച് അവൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു ജോലി ഉണ്ടായതിനു ശേഷം മാത്രം കല്യാണം കഴിപ്പിച്ച് വിട്ടേക്ക്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു വിലയുണ്ടാവും. അല്ലാതെ ഞാൻ ഈ സ്വർണം കൊടുക്കലോ വാങ്ങലോ അതിനോടൊന്നും ഞാൻ കൊടുക്കുന്ന മോക്ക് ഒരു നല്ലൊരു ജോലി, ഒരു വിദ്യാഭ്യാസം കൊടുത്തിട്ട് അവർക്ക് ഒരു പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പറ്റുന്ന ഇപ്പോഴത്തെ കാലത്തെ വിദ്യാഭ്യാസമാണ്. അത് കൊടുത്തിട്ട് ആ പിള്ളേർ നമ്മളോട് പറയാം അമ്മ അച്ഛൻ മതി ഞങ്ങൾ ജോലിയൊക്കെ ചെയ്തു, ഇനി എന്റെ കല്യാണം നോക്കിക്കോ, അതുവരെ നമ്മുടെ മക്കളല്ലേ നമ്മുടെ കൂടെ നിൽക്കട്ടെ. അതന്നെ അങ്ങനെ പല പാരന്റ്സും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ചിന്തിക്കണം. എല്ലാ ലേഡീസും എല്ലാ പാരന്റ്സും അങ്ങനെ ചിന്തിക്കണം. കാരണം അവനവന്റെ മക്കൾ നമ്മുടെ കൂടെ നിൽക്കണം. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി അനുഭവിക്കുന്നത് അത് പലതൊക്കെ നിങ്ങളോട് പറയും, പലതൊന്നും അവർ പറയത്തില്ല. ശരിയല്ലേ? ഒരു പെണ്ണായിട്ട് ചിന്തിക്കുമ്പോൾ മനസ്സിൽ വരുന്നില്ല. നമുക്ക് ഒരു വീട്ടുകാരോട് നമുക്ക് വിളിച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഒത്തിരി പറയാൻ പറ്റത്തില്ല. പിടിച്ചു വെച്ച് വേണം സംസാരിക്കാൻ. അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ ഡിവോഴ്സ് കാര്യങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളും കൂടി ചൂസ് ചെയ്തൊരു ലൈഫും കൂടെ ആണെങ്കിൽ ഒട്ടും പറയാൻ പറ്റില്ല. ലവ് മാരേജിനെ പറ്റി എനിക്ക് അതൊക്കെ അവരുടെ പേഴ്സണലി ഉള്ള കാര്യങ്ങളൊക്കെയാണ്. അവര് ലൈൻ അടിക്കുവോ അതൊക്കെ അവരുടെ ഇപ്പൊ നമ്മുടെ തന്നെ എനിക്കറിയാവുന്നവരോ അല്ലെങ്കിൽ എന്റെ ഫാമിലിപ്പെട്ടവരോ അല്ല അമ്മ എനിക്ക് ലൈൻ ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ അവര് രണ്ടുപേരും സംസാരിക്കും. അവര് പറയും അവർക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്കതൊന്നും പറഞ്ഞിട്ട് ഇപ്പോഴത്തെ കാലമാണ്. പിന്നെ അത് നമ്മൾ മനസ്സിലാക്കി രണ്ടുപേരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഒളിച്ചൊന്നും ഓടി പോവാതിരിക്കുക, ഞങ്ങൾ കല്യാണം നടത്തി തരാം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആ ഒരു ഓപ്പൺ ടോക്ക് ഉണ്ടായാലാണ് കാര്യമുള്ളൂ. ഒരു അമ്മമാരെന്നൊക്കെ പറഞ്ഞാല് ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കണം. ഒരു വീട്ടിലൊരു കുട്ടിയുടെ ഇപ്പം മോളാണെങ്കിൽ തന്നെ എൻ്റെ മോളാണെങ്കിൽ തന്നെ ക്ലാസ്സിൽ പോയിട്ട് വരും, അന്ന് നടക്കുന്ന അതേപടി കാര്യങ്ങൾ നമ്മളോട് പറയും. അമ്മ ഇന്നിങ്ങനെ കണ്ടു, അമ്മ ഇന്ന് സംസാരിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ഈ കറിയാണെന്ന് പറയാം അവരെന്നെ വിളിച്ച് പറയുന്നത്. അപ്പൊ അത് നമ്മുടെ വിശ്വാസമാണ് കേട്ടോ. എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും, ദൈവത്തിന്റെ കയ്യിൽ ഇരിക്കുന്ന ബാക്കിയൊക്കെ. ഇപ്പൊ ഒരു കണക്ഷൻ അമ്മമാർ അല്ലെങ്കിൽ പാരന്റ്സും മക്കളും തമ്മിൽ വേണമെന്നല്ലേ ഇപ്പോഴത്തെ കാലത്ത് കുഞ്ഞി പിള്ളേരാണ് കൂടുതലും ക്രൈം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ന്യൂസിൽ കേൾക്കുന്നത്. അപ്പൊ ഒരു അമ്മ എന്ന നിലയില് എന്താ തോന്നുന്നത്? എന്തുകൊണ്ടായിരിക്കും അതിങ്ങനെ തോന്നുന്നത്? എനിക്ക് ഇതിനെപ്പറ്റി ഞാൻ പഠിച്ചിട്ടില്ല. പേഴ്സണൽ എന്റെ കാര്യത്തിൽ എന്ന് വെച്ചാല് എന്റെ മക്കൾ ഇപ്പം അച്ഛന്റെ അമ്മയുടെയും കൂടെ ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിലാണ് വളരുന്നത്, ചാലക്കുടിയിൽ. അപ്പൊ ഞാൻ അവർ ഇവിടെ കൊണ്ടുവന്നാലും ഒരു ദിവസം അച്ഛനും അമ്മയും കൂടെ ഒക്കെ നിൽക്കും. പിന്നെ ഞാൻ കൊണ്ടുവന്നാക്കാം. അവർക്ക് ഇവിടെ നിൽക്കാനും താല്പര്യമില്ല. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ തോടും മേടും കാടും ഒക്കെയാ. ഇവിടെ ഉള്ളവർ ഫുള്ള് മൊബൈലിലാണ്. അവിടെ അങ്ങനെയല്ല, അവിടെ ഫുട്ബോൾ കളി, സാറ്റുകളി, പിന്നെ തോട്ടിലും കാട്ടിലും ഏറി കനാലിൽ കയറിയുള്ള കുളികള് എല്ലാം കൂടെ പിള്ളേരെല്ലാം കൂടെ. അങ്ങനെയാണ് അവിടുത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞത്. അവിടെ റേഞ്ച് ഇല്ല. ആകെപ്പാടെ റേഞ്ച് ഉള്ളത് മറ്റേ കേരള വിഷൻ. അതാണെങ്കിൽ വന്നു പോയി. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഇവർക്ക് നെറ്റ് അവിടെ എപ്പോഴും കിട്ടത്തില്ല. ഞാൻ പിന്നെ വൈഫൈ മേടിച്ച് വെച്ചിട്ടുണ്ട്, എനിക്ക് അവിടെ ചിലപ്പോൾ ലൈവ് ഇടാനായിട്ട്. അപ്പോൾ ഇത് ഇടയ്ക്ക് വരും പോകും ഇങ്ങനത്തെ ഉള്ള അവസ്ഥയില്ല. അപ്പൊ ഇപ്പൊ ചാമ്പങ്ങ സീസൺ, റംബൂട്ടാൻ സീസണൊക്കെയാണ്, ചാമ്പങ്ങ പൊട്ടിക്കാൻ പോകല്. അങ്ങനെയാണ് അവിടുത്തെ ഒരു വൈബ്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ഒരു പിള്ളേരെ ന്യൂജൻ പിള്ളേരുടെ ചിന്താഗതി എനിക്കൊന്നും മനസ്സിലാകത്തില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം എനിക്ക് നാട്ടുപുറത്ത് തന്നെ എനിക്കിഷ്ടവും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ടൗണിലേക്ക് വരുമ്പോഴത്തേനും പല കൂട്ടുകെട്ടിൽ നിന്നും പിള്ളേർ ചിന്താഗതി മാറ്റുന്നതാവാം. ഇപ്പം എന്താ പറയുക, പലയിടത്തും നമ്മൾ കാണുന്ന കാര്യമൊക്കെ തന്നെയാണ്. പിള്ളേരുകൾ വട്ടം കൂടി ഇരിക്കുമ്പോഴത്തേനും ഒറ്റ സിഗരറ്റ് വലിച്ചിരിക്കുമ്പോഴത്തേനും അടുത്തവൻ്റെ ഒന്ന് വലിച്ചു നോക്കടാ, പ്രോത്സാഹനം. ഇങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾ എന്നൊക്കെയാണ് പിള്ളേരെല്ലാം ഒരു വക ആയി പോകുന്നത്. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഈ ഇടയ്ക്ക് ഇങ്ങോട്ട് ന്യൂസ് ഉണ്ടല്ലേ, ചെറിയ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു മരിച്ചല്ലേ അടിയുണ്ടാക്കിട്ട്. ടെൻഷൻ ആവാറുണ്ട് അങ്ങനത്തെ ന്യൂസ് ഒക്കെ കാണുമ്പോൾ. എന്താ ഈ ലോകത്തിന്റെ അവസ്ഥ എന്ന് ഓർത്തിട്ടേ. ഒന്നാമത്തെ കാര്യം ഞാൻ നോക്കിയിട്ട് ഈ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അവനവന്റെ വീട്ടിലെ കാര്യം തിരക്കാൻ നേരമില്ല. എല്ലാവരും എന്റെ കമന്റ് ബോക്സിലുണ്ട്. അവിടെ എന്താ നടക്കുന്നത്? അതുകൊണ്ട് ഇവർക്ക് നേരമില്ല. ഇവരാദ്യം അവനവന്റെ വീട്ടില് അവനവന്റെ കൊച്ചു എവിടെ പോകുന്നു, അല്ലെ എന്റെ ഭാര്യ ഇന്ന നേരത്തെ എവിടെ പോകുന്നു എന്നൊക്കെ ഒന്ന് തിരക്കിയാൽ മതി. അല്ല ചേട്ടന്മാരെ എവിടെ പോകുന്നു എന്നൊക്കെ തിരക്കിയാൽ മതി. അല്ലാതെ എന്റെ കമന്റ് ബോക്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സമയം കിട്ടുമോ? ഞാനിതെല്ലാം തിരക്കിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഈ മണ്ടന്മാർക്ക് വല്ലതും അറിയോ?
ചേച്ചി എന്നിട്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യമാണല്ലേ, ഈ പെണ്ണുമ്പിളക്ക് വേറെ ഒരു പണിയില്ല, എടാ ഞാൻ വല്ല പണി ഉണ്ടെങ്കിൽ അടുക്കള പണി എടുത്തോണ്ടിരിക്കും, ഇതിന്റെ മുന്നിൽ വന്ന് കുത്തിയിരിക്കൂ, എന്തുവാ ചോദ്യങ്ങളൊക്കെ. ഈ ചോദിക്കുന്നവരുടെ പണി എന്താണ് എനിക്ക് ഇവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞാൽ മതി, അവർ ഈ കമന്റ് എഴുതി അങ്ങനെ ഇടണേ. എന്തൊരു സമയമല്ലേ പോടെ. ഇപ്പൊ ചേച്ചി ഇപ്പൊ ഇതുവരെ കേട്ടില്ലേ ഏറ്റവും വലിയ നെഗറ്റീവ് കമന്റ് എന്താണ്? അതെന്റെ കുടുംബത്തിനെതിരെ പറഞ്ഞ കമന്റ് തന്നെയാണ്. അതിന് എനിക്ക് ഇഷ്ടമില്ല, എന്റെ കുടുംബത്തെ തൊട്ട് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. ഞാൻ കംപ്ലൈന്റ് കൊടുക്കുകയും ചെയ്തു, അത് കേസും ആക്കിയിട്ടുണ്ട്. അല്ല, പൊതുവെ ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മളൊന്നും ചെയ്തില്ല, ഒന്നും ചെയ്ത് ചുമ്മാ വന്നിരുന്നാലും ചുമ്മാ ഒരു ഫോട്ടോ ഇട്ടാലും പോലും അതായത് തെറിയുന്നത് പണിയില്ലേന്ന് മാത്രല്ല വീട്ടിലുള്ളവരൊക്കെ വിളിക്കുന്നത്. അങ്ങനെ കുറെ കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ എനിക്ക് ആശ്വാസം വരാറുണ്ട്. അതന്നെ, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണ് ഞാൻ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും പറയുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിക്കാറ്. അതിനൊന്നും നമുക്ക് മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യങ്ങൾ. അതിൽ ടെൻഷൻ ആകാതിരിക്കുക. കാരണം അവർക്ക് പണിയില്ലാതിരിക്കുന്നവരാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരാളെ കുറ്റം പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ അതേ അവസ്ഥ ആയതുകൊണ്ടാണ് നമ്മൾ അവരെ കുറ്റം പറയുന്നത്, അല്ലേ? അതെ, അത്രേ ഉള്ളൂ. അതാണ് ചിന്തിച്ചാൽ ഇതിന് വലിയ മറുപടി ഇല്ല.